നമസ്കാരം. മല്ലികാവനം ജ്യോതിഷ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ മാറി വരുന്ന ഗ്രഹസ്ഥിതികൾ അനുസരിച്ച് ചിങ്ങമാസത്തിൽ ആയില്യം, തൃക്കേട്ട, രേവതി നക്ഷത്രങ്ങൾക്ക് സംഭവിക്കാവുന്ന ഗുണങ്ങളെയും ദോഷങ്ങളെയും പറ്റിയുള്ള ഒരു സൂചനകളാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നത്. സ്ഥിരമായിട്ട് ഒരു രാശിയിൽ നിൽക്കുന്ന, കൂടുതൽ കാലം നിൽക്കുന്ന ഗ്രഹങ്ങളുടെ ഗ്രഹസ്ഥിതി അനുസരിച്ചാണ് പറയുന്നത്. ഇപ്പോഴത്തെ ഒരവസ്ഥയിൽ ഈ ചിങ്ങമാസത്തിലെ ഗ്രഹസ്ഥിതികൾ അനുസരിച്ചുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ഈ പറയുന്നതെല്ലാം ഇതേപോലെ സംഭവിക്കും എന്നല്ല, ഇത് ഒരു സൂചനകളാണ്, സംഭവിക്കാൻ സാധ്യതയുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അതിൽ ദോഷമായിട്ട് കാണുന്ന കാര്യങ്ങളെ അകറ്റുവാനും ഗുണപരമായ കാര്യങ്ങളെ കൂടുതൽ ഗുണപ്രദമാക്കുവാനും വേണ്ട പരിഹാരങ്ങൾ നമ്മൾ ചെയ്ത് അതിനെ ഗുണപ്രദമാക്കുവാൻ വേണ്ടിയുള്ള ഒരു സൂചനകളാണ് ഈ പറയുന്നത്. എൻ്റെ വാട്സപ്പ് നമ്പറിലേക്ക് ധാരാളം ആളുകൾ മെസ്സേജായിട്ട് സംശയങ്ങൾ ചോദിക്കുന്നുണ്ട്. എന്നാൽ ഇപ്പോഴും ചിലരൊക്കെ കമൻ്റായിട്ട് ചോദിക്കുന്നുണ്ട്. കമൻ്റായിട്ട് ചോദിക്കുമ്പോൾ വിശദമായ മറുപടി പറയാൻ ബുദ്ധിമുട്ടാണ്. വാട്സപ്പിലേക്ക് നിങ്ങൾക്ക് അത് ചോദിക്കാവുന്നതാണ്. അതിനുവേണ്ടി യാതൊരുവിധ പ്രതിഫലവും നിങ്ങൾ നൽകേണ്ടതില്ല. നിങ്ങളുടെ ജനന സമയം, ജനന തീയതി, ജനന സ്ഥലം, അതേപോലെ നക്ഷത്രം എന്നിവ വാട്സപ്പിലേക്ക് മെസ്സേജായിട്ട് അയയ്ക്കുക. അറിയേണ്ട കാര്യത്തെപ്പറ്റി കൂടി ചോദിക്കുക. വളരെ വേഗത്തിൽ തന്നെ നിങ്ങൾക്കതിന് വേണ്ട മറുപടിയും ദോഷങ്ങളെപ്പറ്റിയും ഗുണങ്ങളെപ്പറ്റിയും അതിന് വേണ്ട പരിഹാരങ്ങളെപ്പറ്റിയും ഞാൻ പറയുന്നതാണ്. ഏറ്റവും സൗജന്യമായിട്ട് തന്നെയാണ് ഇത് ചെയ്യുന്നത്. എന്നാൽ നമ്മുടെ തത്സമയ സ്ഥിതികൾ അറിയുവാനുള്ള കബഡി പ്രശ്നം നടത്തുമ്പോൾ അതൊരു ദക്ഷിണ വെച്ചാൽ മാത്രമേ ആ കബഡി പ്രശ്നം പൂർണ്ണമാവുകയുള്ളൂ എന്നുള്ളത് കൊണ്ട് നമ്മുടെ തത്സമയ സ്ഥിതികൾ അറിയാൻ കബഡി പ്രശ്നം നടത്തുന്നവർക്ക് ഒരു ദക്ഷിണ നൽകേണ്ടത് ആവശ്യമാണ്. ആദ്യം ഞാൻ പറയുന്നത് ആയില്യം നക്ഷത്രത്തെ പറ്റിയാണ്. ആയില്യം നക്ഷത്രത്തിൻ്റെ നക്ഷത്രനാഥനായ ബുധൻ ആ രാശിയിൽ തന്നെ നിൽക്കുന്നു. ആയില്യം നക്ഷത്രം കർക്കിടകം രാശിയിലെ നക്ഷത്രമാണ്. അപ്പോൾ കർക്കിടകത്തിൽ തന്നെയാണ് ബുധൻ നിൽക്കുന്നത്. അതേപോലെ എല്ലാ ഗ്രഹങ്ങൾക്കും ഇഷ്ടസ്ഥാനമായ 11ാം ഭാവത്തിൽ ഏറ്റവും ശുഭനായ വ്യാഴവും ചൊവ്വയും നിൽക്കുന്നു. 9ാം ഭാവത്തിൽ ഭാഗ്യസ്ഥാനത്ത് രാഹു, അഷ്ടമത്തിൽ ശനി പാപഗ്രഹമാണെങ്കിൽ കൂടി ദുസ്ഥാനത്ത് നിൽക്കുമ്പോൾ ആ പാപഗ്രഹം ഗുണങ്ങൾ ചെയ്യുന്നു. 2ാം ഭാവത്തിൽ ധനസ്ഥാനത്ത് ആദിത്യനും ശുക്രനും. ഇങ്ങനെ എല്ലാ ഗ്രഹങ്ങളും വളരെ അനുകൂലമായ ഒരവസ്ഥയിൽ നിൽക്കുന്ന ഒരു സമയമാണ് ആയില്യം നക്ഷത്രക്കാർക്ക് ഈ ചിങ്ങമാസം. സ്വാഭാവികമായിട്ടും അതിൻ്റെ ഗുണങ്ങൾ അവർക്ക് തീർച്ചയായിട്ടും ലഭിക്കുക തന്നെ ചെയ്യും. സ്വജനങ്ങളുടെ സഹായങ്ങൾ നല്ല രീതിയിലുണ്ടാകും. ക്രയവിക്രയങ്ങളിലെ കൊടുക്കൽ വാങ്ങലുകളിലൊക്കെ നല്ല വിജയം അവർക്കുണ്ടാകും. സന്താനങ്ങൾ നിമിത്തം ധനലാഭമുണ്ടാകും. സന്താനങ്ങൾക്ക് ധനപരമായിട്ട് ഉയർച്ചയുണ്ടാകും. സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊക്കെ കുറയും. ബിസിനസ്സുകാർക്ക് വളരെ അനുയോജ്യമായിട്ടുള്ള സമയമാണ്. ഇവർക്കിപ്പോൾ കേസരി യോഗം കൂടി ഉള്ളതുകൊണ്ട് വളരെ ഗുണപ്രദമായ സമയം തന്നെയാണ്. പുണ്യസ്ഥലങ്ങളൊക്കെ സന്ദർശിക്കുവാനുള്ള യോഗമുണ്ട്. കുടുംബത്തിൽ സമാധാനം തീർച്ചയായിട്ടും ഉണ്ടാകും. നല്ല അവസ്ഥകൾ കുടുംബത്തിലുണ്ടാകും. എന്നാൽ അനാവശ്യമായ ചിന്തകൾ മനസ്സിനെ അലട്ടുവാൻ ഇവർക്ക് ഇടയുണ്ട് ഈ ചിങ്ങമാസത്തിൽ. അതേപോലെ തന്നെ ഉദര രോഗങ്ങൾക്ക് സാധ്യതകൾ ഇപ്പോൾ കൂടുതലാണ്. ആഡംബരങ്ങൾക്ക് ധാരാളം പണം ചിലവാക്കുന്ന അവസ്ഥ ഇപ്പോൾ ഇവർക്ക് കാണുന്നുണ്ട്. ഈ ചില കാര്യങ്ങൾ മാത്രമാണ് ഇവർക്ക് അല്പം ദോഷകരമായിട്ടുള്ളത്. അതവർ സ്വയം ശ്രദ്ധിച്ചാൽ തീർച്ചയായിട്ടും മാറ്റിയെടുത്ത് വളരെ അനുകൂലപ്രദമായ ഒരു സമയമാക്കി മാറ്റുവാൻ ഇതിന് സാധിക്കും. ധർമ്മദേവതയെ പ്രീതിപ്പെടുത്തുക, സർപ്പദേവതകളെ പ്രീതിപ്പെടുത്തുക, സർപ്പക്ഷേത്രത്തിൽ വഴിപാടുകൾ നടത്തുക, നമ്മുടെ അടുത്തുള്ള സർപ്പ നടകളിൽ ആയില്യം നക്ഷത്ര ദിവസം വിളക്ക് കൊളുത്തുക. ഇങ്ങനെയുള്ള സൽക്കർമ്മങ്ങൾ ചെയ്യുന്നതിൽ കൂടിയിട്ട് ഇവർക്ക് എല്ലാം അനുകൂലമാകും. കൂടുതൽ ഗുണങ്ങൾ ഉണ്ടാകുകയും ചെയ്യും. അതിന് ജഗദീശ്വരൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. തൃക്കേട്ട നക്ഷത്രത്തിൽ അത്ര ഗുണപ്രദമായൊരവസ്ഥയല്ല കാണുന്നത്. 7ാം ഭാവമായ മാരകസ്ഥാനത്താണ് വ്യാഴവും ചൊവ്വയും നിൽക്കുന്നത്. കർമ്മസ്ഥാനത്ത് ആദിത്യനും ശുക്രനും നിൽക്കുന്നത് ഗുണം ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ 9ാം ഭാവത്തിൽ ഭാഗ്യസ്ഥാനത്ത് ബുധൻ നിൽക്കുന്നതും ഇവർക്ക് അനുകൂല അവസ്ഥയാണ്. 4ാം ഭാവത്തിൽ ശനി നിൽക്കുന്നതും 5ാം ഭാവത്തിൽ രാഹു നിൽക്കുന്നതും അനുകൂല അവസ്ഥ തന്നെയാണുള്ളത്. എന്നാൽ 7ാം ഭാവത്തിൽ നിൽക്കുന്ന വ്യാഴവും ചൊവ്വയും അതും മാരകസ്ഥാനം കൂടി ആയതുകൊണ്ട് ഏറ്റവും ശുഭനായ വ്യാഴം അത്തരമൊരു ദുസ്ഥാനത്ത് നിൽക്കുന്നത് തീർച്ചയായിട്ടും ഇവർക്ക് കുറച്ച് നെഗറ്റീവ് കാര്യങ്ങൾ ഈ ചിങ്ങമാസത്തിൽ ഉണ്ടാക്കുന്നുണ്ട്. ഉറ്റമിത്രങ്ങളിൽ നിന്നും വഞ്ചിക്കപ്പെടാനുള്ള സാധ്യത. അതുകൊണ്ട് തന്നെ നമ്മൾ ഉറ്റമിത്രങ്ങളായി കരുതുന്നവരെ പോലും പൂർണ്ണമായിട്ട് വിശ്വസിക്കാൻ പാടില്ലാത്തൊരു സമയമാണിത്. ഇവർക്ക് നല്ല ഉന്നത വിദ്യാഭ്യാസത്തിന് പൊതുവെ വിദ്യാർത്ഥികൾക്ക് വളരെ അനുകൂലമായ സമയമാണ്. ധനപ്രശ്നങ്ങൾ നിമിത്തം വീട്ടിൽ അസ്വസ്ഥതകളൊക്കെ ഉണ്ടാകാം. ഇവർക്ക് മുൻകോപം വളരെ കൂടുതലായി കാണപ്പെടാം. അത് നിയന്ത്രിച്ചില്ലെങ്കിൽ പലവിധ പ്രശ്നങ്ങളും ഉണ്ടാകാം.
അപകടങ്ങൾക്ക് സാധ്യതയുണ്ട്. പക്ഷേ ഈശ്വരാനുഗ്രഹം കൊണ്ട് അതിനെ അതിജീവിക്കാനുള്ള സാധ്യതയും ഇവർക്ക് കാണുന്നുണ്ട്. അപവാദങ്ങൾ ധാരാളം കേൾക്കുവാനുള്ള അവസ്ഥകളുണ്ട്. അതിൽ നിന്നൊക്കെ ഒഴിഞ്ഞു നിൽക്കുവാൻ ഇവരെ വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട്. വ്യക്തിപരമായിട്ട് ഇവർക്ക് ധാരാളം നേട്ടങ്ങൾ ഉണ്ടാക്കുവാൻ തീർച്ചയായിട്ടും സാധിക്കും. ഓഹരി വിപണികളിലൊക്കെ പണമിറക്കുന്നവർക്ക്, അതേപോലെ ഊഹക്കച്ചവടങ്ങളിലൊക്കെ ഏർപ്പെടുന്നവർക്ക് നഷ്ടങ്ങൾക്ക് സാധ്യതയുള്ള സമയമാണിപ്പോൾ. ഇവർക്ക് ഇഷ്ടജനങ്ങളുടെ വേർപാട് നിമിത്തം മാനസിക വിഷമങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. മത്സര സ്വഭാവമുള്ള കാര്യങ്ങളിൽ ഏർപ്പെടുമ്പോൾ ധനനഷ്ടത്തിനുള്ള സാധ്യത ഇവർക്ക് വളരെ കൂടുതലാണ് ഇപ്പോഴുള്ളത്. ദാമ്പത്യപരമായിട്ട് പ്രശ്നങ്ങളുള്ളവർ വളരെ ശ്രദ്ധിക്കേണ്ട സമയമാണ്. അത് അധികരിക്കുവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ആ ഒരു അവസ്ഥയിൽ നമ്മൾ ആ പ്രശ്നങ്ങൾ ഒഴിവാക്കാനായിട്ട് പലപ്പോഴും സംയമനം പാലിക്കേണ്ട ഒരു സമയമാണിപ്പോൾ. അതില്ലെങ്കിൽ അത് ഗുരുതരമായ പ്രശ്നങ്ങളിലേക്ക് പോകാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. വാഹന സംബന്ധമായ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നവർക്ക് പൊതുവെ അനുകൂല സമയമായിട്ട് കാണുന്നുണ്ട്. അവർക്ക് ധനലാഭം ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട്. ചൊവ്വാഴ്ച ദിവസം സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ തൊഴുക, 6 വലത്ത് വെച്ച് പ്രാർത്ഥിക്കുക. ഇത് ഇവർക്ക് അങ്ങേയറ്റം ദോഷങ്ങൾ അകറ്റുവാൻ തീർച്ചയായിട്ടും സഹായിക്കും. ആ ദോഷങ്ങളകുന്ന ഗുണപ്രദമാകുവാനായിട്ട് ഈ ഒരു അവസ്ഥയിൽ ഇവർക്കിത് അനുകൂലമായിരിക്കും. രേവതി നക്ഷത്രക്കാർക്ക് ഒരു ഗുണദോഷ സമ്മിശ്രമായ സമയമാണ്. ജന്മരാശിയിൽ തന്നെ രാഹു നിൽക്കുന്നു. ദുസ്ഥാനമായ 3-ാം ഭാവത്തിൽ ചൊവ്വയും വ്യാഴവും, 5-ാം ഭാവത്തിൽ ബുധനും, ദുസ്ഥാനമായ 6-ൽ ആദിത്യനും ശുക്രനും, നഷ്ടസ്ഥാനമായ 12-ലെ ശനിയും നിൽക്കുന്നു. നഷ്ടസ്ഥാനത്ത് ശനി നിൽക്കുന്നത് ഇവർക്ക് ഗുണപരമായ ആണ് അനുഭവപ്പെടുന്നത്. കാരണം നഷ്ടങ്ങളുടെ സാധ്യതകൾ ആ ശനി അവിടെ നശിപ്പിക്കുകയാണ് ചെയ്യുന്നത്. 6-ാം ഭാവത്തിൽ ആദിത്യനും ശുക്രനും നിൽക്കുന്നത് ഇവർക്കത് ദുരിതസ്ഥാനമായതുകൊണ്ട് ആദ്യത്തിന് ഇപ്പോൾ സ്വക്ഷേത്ര ബലവാനാണെങ്കിൽ കൂടിയിട്ട് ദുരിതങ്ങൾ കൂടുവാനുള്ള സാധ്യത, ഉഷ്ണസംബന്ധമായ രോഗങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയൊക്കെ ഇവർക്ക് കാണുന്നുണ്ട്. ഇവർ ചെയ്യുന്ന ജോലികൾക്ക്, പ്രവൃത്തികൾക്ക് അർഹമായുള്ള ഫലം ലഭിക്കാത്ത അവസ്ഥ ഈ സമയത്ത് ഇവർക്ക് കാണുന്നുണ്ട്. ഭാഗ്യദോഷം ഇവർക്ക് ഒരു വല്ലാത്ത അവസ്ഥ തന്നെയാണ് ഇപ്പോഴുള്ളത്. നമുക്ക് അർഹിക്കുന്ന കാര്യങ്ങൾ ലഭിക്കാതിരിക്കുക, നിസ്സാര കാര്യങ്ങളുടെ പേരിൽ അർഹിക്കുന്ന ഭാഗ്യം ലഭിക്കാത്തൊരവസ്ഥ ഇപ്പോഴിവർക്കുണ്ട്. പങ്കാളിത്ത ബിസിനസ്സുകൾ ഒക്കെ ഒഴിവാക്കേണ്ടത് ഇപ്പോൾ അത്യാവശ്യമാണ്. ഈ സമയത്ത് അത്തരം ഏർപ്പാടുകളിൽ ചെയ്യുന്നത് ഗുണപരമല്ല ഇവർക്കുള്ളത്. വരവിനേക്കാൾ ചിലവ് വർദ്ധിക്കുവാനുള്ള സമയമാണ് ഇപ്പോഴുള്ളത്. പലരിൽ നിന്നും ഒറ്റപ്പെടുത്തൽ ഉണ്ടാകാം. പലരും കുറ്റം പറയുകയും നമ്മളെ അകറ്റി നിർത്തുകയും ചെയ്യുന്ന ഒരവസ്ഥ സംജാതമാകാനുള്ള സാധ്യത ഇവർക്ക് കാണുന്നുണ്ട്. മാതാപിതാക്കൾക്ക് അസുഖങ്ങൾ നിമിത്തം മാനസിക അസ്വസ്ഥതകൾ ഇവർക്ക് ഈ സമയത്തുണ്ടാകാം. എന്നാൽ ഈശ്വരാനുഗ്രഹം വളരെ കൂടുതലായിട്ടുള്ള നക്ഷത്രക്കാരാണിവർ. പൊതുവേ രേവതി നക്ഷത്രക്കാർക്ക് ഈശ്വരാനുഗ്രഹം കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഓരോ സമയങ്ങളിലും ബുദ്ധിപരമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുവാനുള്ള ഒരു കഴിവ് ഇവർക്കുണ്ട്. അതിവരെ കൂടുതൽ വലിയ പ്രശ്നങ്ങളിലേക്ക് പോകാതിരിക്കുവാൻ തീർച്ചയായിട്ടും സഹായിക്കുന്നുണ്ട്. 12-ാം ഭാവത്തിൽ ശനി നിൽക്കുന്നത് കൊണ്ട് തന്നെ ആയുഷ്കാരകനായ ശനി നിമിത്തം ഇവർക്ക് രോഗദുരിതങ്ങൾ അകലുവാൻ ഇപ്പോൾ ഇടയുണ്ട്. രോഗങ്ങളാൽ വലയുന്നവർക്ക്, കഷ്ടപ്പെടുന്നവർക്ക് താൽക്കാലികമായിട്ടെങ്കിലും നല്ല ഒരു ആശ്വാസം ലഭിക്കാനുള്ള അവസ്ഥയാണ് ഇപ്പോൾ കാണുന്നത്. മഹാദേവനെയും മഹാവിഷ്ണുവിനെയും നല്ലവണ്ണം ഭജിക്കുക. ശനിയാഴ്ച ദിവസം ശിവക്ഷേത്രത്തിലും വ്യാഴാഴ്ച ദിവസം മഹാവിഷ്ണുവിനും സാധിക്കുമെങ്കിൽ തൊഴുത് പ്രാർത്ഥിക്കുക. സാധിക്കാത്തവർ അവിടത്തേക്ക് എന്തെങ്കിലും വഴിപാടുകളൊക്കെ ചെയ്യുക, നാമങ്ങൾ ജപിക്കുക. ഇതൊക്കെ ചെയ്യുന്ന നിമിത്തം ഇവർക്ക് ഈ ഒരു സമയം ദോഷങ്ങളകറ്റി ഗുണപരമാക്കുവാൻ തീർച്ചയായിട്ടും സഹായിക്കുന്നതാണ്. അപ്പോൾ ഈ 3 നക്ഷത്രങ്ങളുടെ കാര്യങ്ങളെപ്പറ്റി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഞാൻ അവസാനിപ്പിക്കുകയാണ്. നിങ്ങളുടെ സംശയങ്ങൾ നിങ്ങൾ വാട്സപ്പിലേക്ക് ചോദിക്കുക. അതിനായിട്ട് യാതൊരു വിധമായ പ്രതിഫലവും നിങ്ങൾ നൽകേണ്ടതില്ല. എത്രയും വേഗത്തിൽ നിങ്ങൾക്കതിനുള്ള മറുപടി പൂർണ്ണമായിട്ട് ഞാൻ നൽകുന്നതാണ്. കവടി പ്രശ്നം ചിന്തിക്കേണ്ടവർ മാത്രം സാധിക്കുന്ന രീതിയിലുള്ള ദക്ഷിണ നൽകേണ്ടതാണ്. ഒരു ജ്യോതിഷ വിഷയവുമായിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം. നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം. ശ്രീവല്ലഭോ രക്ഷതു.